ജീവിതത്തിൽ അപ്രതീക്ഷിതമായ തിരിച്ചടികൾ ഉണ്ടാകുമ്പോൾ പകച്ചു പോകുന്നവരാണ് ഏറെയും. എന്നാൽ കഠിനാധ്വാനം കൊണ്ട് പൊരുതി മുന്നേറുന്ന തൃശൂർ പാലിയേക്കര സ്വദേശി നിക്സൺ സമൂഹത്തിന് നൽകുന്ന ആത്മവിശ്വാസവും പ്രതീക്ഷയും ചെറുതൊന്നുമല്ല. സമയം പുലർച്ചെ 4:30. തൃശൂർ നഗരം രാത്രിയുടെ കരിമ്പടം മാറ്റി ഉണരാനുള്ള ഒരുക്കത്തിലാണ്. നല്ലൊരു ചായ കുടിക്കാൻ പറ്റിയ സ്ഥലം നോക്കിയാണ് പോകുന്നത്. ചെന്ന് നിന്നത് റൗണ്ട് സൗത്തിലെ സബ്വേക്ക് സമീപം ഒറ്റപ്പാലം ബസ്സുകൾ നിർത്തുന്ന സ്ഥലത്ത്. നിക്സൺ ചേട്ടനാണ് ഇവിടെ ചായ വിൽക്കുന്നത്. ചൂട് ചായ പോലെ ഉന്മേഷമുള്ള മുഖമാണ് നിക്സൺ ചേട്ടൻ്റേത്. അതിരാവിലെ 3 മണിക്കുണർന്ന് ഭാര്യ ജോയ്സി തയ്യാറാക്കി നൽകുന്ന ചായയുമായി 4:20 ടൂ വീലറിൽ തൃശൂർ റൗണ്ടിലെത്തും. ആമ്പല്ലൂർ പാലിയേക്കരയിൽ നിന്നാണ് നിക്സൺ ചേട്ടൻ വരുന്നത്. ഞാൻ ആമ്പല്ലൂരിൽ നിന്ന് വരുന്നു, പാലിയേക്കരയിൽ നിന്ന്. ഞാൻ 2:45 3 മണിയാകുമ്പോൾ എത്തി. 3:45 4 മണിക്ക് പോകുന്നു. 4:20 ആകുമ്പോഴേക്കും തൃശ്ശൂരെത്തും. ചായ, കാപ്പി, റിസോർട്ട് ചായ, പിന്നെ സ്നാക്സുകളുണ്ടായിരിക്കും. ഉഴുന്നുവട, ഉള്ളിവട, ബോണ്ട, പത്തിരി, നെയ്യപ്പം, സുജിയൻ. വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മുകളിൽ ഷീറ്റ് മെയ്യുന്ന ഡ്രസ് വർക്കായിരുന്നു നിക്സൺ ചെയ്തിരുന്നത്. ഭേദപ്പെട്ട വരുമാനവും ഉണ്ടായിരുന്നു. സ്വന്തമായി പുതിയ വീട് പണിതതും അക്കാലത്താണ്. അപ്രതീക്ഷിതമായാണ് ജോലിക്കിടെ നിലയിൽ നിന്ന് വീണ് ഗുരുതര പരിക്കേറ്റത്. 2 തവണ ഓപ്പറേഷൻ ചെയ്തു. കാലിലിട്ട സ്റ്റീലിൻ്റെ ബലത്തിലാണ് എണീറ്റ് നിൽക്കാനാകുന്നത്. 1.5 വർഷത്തോളം ജോലിക്ക് പോകാനായില്ല. വീട്ടിൽ ഭാര്യയും 2 പെൺമക്കളും. ഏതു വിധേനയും ജീവിതം മുന്നോട്ട് നയിക്കണം. സാധിക്കുന്ന വിധത്തിൽ ചെറിയ ജോലികൾ ചെയ്യാൻ തുടങ്ങി. ലോട്ടറി വിൽക്കാൻ പോയി. ഒന്നിലും മെച്ചപ്പെടാനായില്ല. പിന്നീട് ഭാര്യ ജോയ്സിയുടെ നിർദ്ദേശപ്രകാരമാണ് ചായ ഉണ്ടാക്കി വിൽപ്പന നടത്താൻ തുടങ്ങിയത്. തുടക്കത്തിൽ അധികമൊന്നും ചെലവായില്ല. പാലിയേക്കര ടോളിൻ്റെ അവിടെ ചായ വെക്കാം എന്നുള്ളൊരു ധാരണയിലായിരുന്നു. അവിടെ കൊണ്ടൊന്ന് നോക്കി അവിടെ നിന്ന് വിജയിക്കണില്ലേ. അവിടേക്ക് ഇഷ്ടം പോലെ ക്യാൻറ്റീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ അത് വെറുതെ വന്ന് മടങ്ങി പോവാ, അങ്ങനെയൊക്കെ ആയിരുന്നു ആദ്യം. പിന്നെ ആൾക്കാർക്ക് മനസ്സിലായി തുടങ്ങിയപ്പോൾ കച്ചവടം വീട്ടിൽ നോട്ടിരുന്ന കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ടെന്നുള്ള അങ്ങനെ മാറിയാനായപ്പോൾ കച്ചവടമായിപ്പോൾ. ഇപ്പോൾ ഈ ചൂടായ കാരണം ചെറുകയറ്റില്ല, അല്ലെങ്കിൽ കാപ്പിയും വലുത് കൊണ്ടുവരും. ഒരു 150 ചായയും 120 കാപ്പിയും കൊണ്ടുവന്നാൽ കച്ചവടമായി പോകാറുണ്ട്. ചായയും കാപ്പിയും ചെറുകടികളുമായി വന്നാൽ സ്കൂട്ടർ സ്റ്റാൻഡിൽ നിർത്താൻ പോലും ആരുടെയെങ്കിലും സഹായം വേണം. എന്നിട്ടും ഒരു മടിയും കൂടാതെ ഒരു ദിവസം പോലും മുടങ്ങാതെ ചായയുമായി എത്തുന്ന നിക്സൺ ചേട്ടൻ പരിചയമുള്ളവർക്കെല്ലാം ഒരു പ്രചോദനമാണ്, ആത്മവിശ്വാസമാണ്. 2 പെൺമക്കളും ഇന്ന് നഴ്സിംഗ് വിദ്യാർത്ഥികളാണ്. ചായയും പലഹാരങ്ങളും ഒരുക്കി ഒപ്പം നിൽക്കുന്ന ഭാര്യയും പരിമിതികളോട് പൊരുത്തപ്പെട്ട് ജീവിക്കാൻ ശീലിച്ച മക്കളും ചേരുമ്പോൾ കുടുംബം സംതൃപ്തിയുടെയും ആശ്വാസത്തിൻ്റെയും ഇടമാണെന്ന് നിക്സൺ ചേട്ടൻ പറയുന്നു. കേരള വിഷൻ ന്യൂസ്, തൃശ്ശൂർ.